ഹായ് ഫ്രണ്ട്സ്, ഇപ്പം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എമ്പുരാൻ എങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഇന്നലെ റിവ്യൂ ഇട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പടം മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മേക്കിംഗ് ആട്ടോ. നല്ല അടിപൊളി മേക്കിംഗ് ആണ്. പല കൺട്രികളിൽ പോയി ഈ ഒരു മൂവി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എഡിറ്റിങ് വളരെ നല്ലതായിരുന്നു. എഡിറ്റിംഗ് സൈഡിൽ നല്ലതായിരുന്നു. പിന്നെ വിഷ്വൽ എഫക്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ആ രീതിയിൽ ഒരു ബോളിവുഡ് അല്ല, ഒരു ഹോളിവുഡ് സ്റ്റൈലിലോട്ട് ഈ മൂവി വന്നിട്ടുണ്ട്. പക്ഷേ കഥാപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കഥ ഇല്ലെന്ന് തന്നെ പറയാം. അതാണ് ഇതിനകത്ത് മെയിനായിട്ടൊരു പ്രശ്നം ഞാൻ കണ്ടത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യമാണ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നിയ കാര്യം, ഇത് വെറുതെ ഒരു 10-15 മിനിറ്റ് 10-20 മിനിറ്റ് ആ ഗോത്ര കലാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ വലിച്ച് ഇഴച്ച് ഇട്ടതായിട്ട് എനിക്ക് തോന്നി. ശരിക്കും ഒരു മൂവ് ചെയ്യുമ്പോൾ അത് എല്ലാ മതക്കാരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വേണം ഒരു മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് കൂടുതലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ പല കൾച്ചറുള്ള ആൾക്കാരുണ്ട്. പല ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഏതെങ്കിലും മതവിഭാഗത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു മൂവി എടുത്തിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ആ ഗോത്ര കലാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നു എനിക്ക് തോന്നി. ഇത് ഉൾപ്പെടുത്തി മിക്കവാറും ഇവർക്ക് കഥയൊന്നും കിട്ടിക്കാണില്ല. പ്രത്യേകിച്ച് കഥയൊന്നും ഇവർക്ക് തോന്നിക്കാണില്ല. അതുകൊണ്ട് കഥ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ട് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വിദേശ ആക്ടേഴ്സിൻ്റെയൊക്കെ അഭിനയം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, മഞ്ജു വാര്യറിൻ്റെയും അതുപോലെ തന്നെ മഞ്ജു വാര്യറിൻ്റെ അഭിനയം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള അഭിനയമായിരുന്നു. അതുപോലെ ടോവിനോയുടെയും അഭിനയം നല്ലതായിരുന്നു. അപ്പോൾ ആ റിവ്യൂവിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ച കാര്യമാണ്, മോഹൻലാലിൻ്റെ അഭിനയത്തെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, മോഹൻലാലിൻ്റെ പെർഫോമൻസിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പലരും എനിക്ക് പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ സീൻസ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു അഭിനയ ശേഷിയുള്ള ഒരു ഭാഗങ്ങളും മോഹൻലാലിൻ്റെ ആയിട്ട് അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെയും ഞാൻ ഓർക്കുന്നത് നമ്മുടെ ബൈജുവിൻ്റെ ഒക്കെ അഭിനയം കുറച്ചും കൂടെ നല്ല അഭിനയമായിട്ട് എനിക്ക് തോന്നി. അപ്പം മോഹൻലാൽ ഫാനിനെ സംബന്ധിച്ചോളം അവർക്കിത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഞാൻ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാനും മോഹൻലാൽ ഫാനാണ്. അപ്പോൾ എനിക്കിത് ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് ഒരു മേക്കിംഗ് നോക്കുമ്പം ഈ മൂവി ഓക്കെ, നമുക്ക് ഒറ്റ പ്രാവശ്യം കാണാം. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണും. പക്ഷേ എന്താ പറയുക, ഇതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു അഭിനയ മികവ് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സീൻസൊക്കെ വളരെ കുറവാണ്. സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നൊരു 25 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു മോഹൻലാലിൻ്റെ ഒരു എൻട്രി തന്നെ. അപ്പോൾ സ്റ്റാർട്ടിങ് ശരിക്കും വേണ്ടി ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ മൂവി വളരെ ഭംഗിയായിരുന്നു. കാരണം ഇനിയാണെങ്കിലും ഒരു ഇത്രയും കഴിവുള്ള, ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഒരു മൂവി ഒരുക്കുമ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ മൂവി ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്. ഒരു ചെറിയ നെഗറ്റീവ് കമൻറ്റ്, നെഗറ്റീവായിട്ടുള്ള ഒരു ചെറിയ കാര്യം മതി, ഇത് കാട്ടുതീ പോലെ അങ്ങ് പടർന്നിട്ട് ആ മൂവി മൊത്തത്തിൽ അങ്ങോട്ട് പോകും. ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയൊക്കെ ഇറക്കുമ്പം ഇതൊക്കെ നോക്കിയിട്ട് വേണമായിട്ട് ശരിക്കും പറഞ്ഞാൽ സംവിധാനം എന്ന നിലയിൽ പൃഥ്വിരാജൊക്കെ ഈ ഒരു മൂവി ഇറക്കാൻ വേണ്ടി. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, മലയാള സിനിമ ഒരു ഹൈ ലെവലിലോട്ട് ഇതിൽ പോയിട്ടുണ്ട്. മീൻസ് ഒരു ബോളിവുഡ് ലെവലിലോട്ട് ഇതിൻ്റെ മേക്കിംഗ് പോയിട്ടുണ്ട്. ഒരു സംവിധാന രീതിയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരിക്കും ഈ കഥയൊന്നും പ്രോപ്പറായിട്ടില്ല. ഒരു തല്ലിക്കൂട്ടിയെടുത്ത ഫിലിംസ് പിന്നെ പല കൺട്രികളിൽ പോയി എടുത്തിട്ടുണ്ട്. ഇത്രയും കൺട്രികളിൽ പോയി എടുത്ത് ഇത്രയും വലിയ പൈസ കളയണമായിരുന്നോ എന്ന് എനിക്കറിയില്ല. മീൻസ് എടുത്തേക്കുന്ന ഷോട്ടൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമുക്കൊരു ഫിലിം കാണുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയായിരിക്കും. ഞാൻ പിന്നെ മറ്റുള്ളവർ വെച്ചപ്പോൾ ആർക്കും ഇങ്ങനെയാണ് തോന്നിയത്. എല്ലാവർക്കും തോന്നിയ കാര്യമാണ്, ഒരു കണ്ടിന്യൂറ്റി മൂവിക്കകത്ത് ഒരു സ്റ്റോറിയുടെ ഒരു കണ്ടിന്യൂറ്റി ഇതിനകത്തില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ മൂവി എന്താണെങ്കിലും വിജയിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര മാർക്കറ്റിംഗ് ആണ് ഈ ഒരു മൂവിക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ ഒത്തിരി പേര്, ഞാൻ അറിയുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഈ മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, കാണാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ പറയുന്നത്, നിങ്ങൾ പോയി കാണൂ. പക്ഷേ എന്താ പറയുക, നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഒന്നും ചിന്തിക്കാതെ ഒരു മൂവി എന്ന നിലയിൽ പോയി കാണൂ. അതുപോലെ തന്നെ ഒത്തിരി മോഹൻലാലിൻ്റെ പെർഫോമൻസും സ്റ്റോറിയും അതുപോലെ സോങ്സും ഒക്കെ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരും. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല കേട്ടോ.